ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് അടപ്രഥമന്റെ റെസിപ്പി ആയിട്ടാണ്. അടപ്രഥമൻ ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? പായസത്തിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് അടപ്രഥമന് തന്നെയാണ്. ഇത് തയ്യാറാക്കി എടുക്കാൻ അത്ര പാടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നല്ല രുചികരമായിട്ടുള്ള അടപ്രഥമൻ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അട വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് അരി കൊണ്ടുള്ള അടയും വാങ്ങാൻ കിട്ടും, മൈദ കൊണ്ടുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അരി അട തന്നെ നോക്കി വാങ്ങുക, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അടപ്രഥമൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള അടയാണ് നല്ലത്, അപ്പോൾ അത് നോക്കി വാങ്ങുക. തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ അടയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അട വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയൊക്കെ കാച്ചിയെടുക്കാം. 150 ഗ്രാം അടയ്ക്ക് 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല കറുത്ത കളറുള്ള ശർക്കര നോക്കി വാങ്ങുക. കറുത്ത ശർക്കര ചേർക്കുമ്പോൾ പായസത്തിന് നല്ല കളറായിരിക്കും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇപ്പോൾ കളറ് കുറഞ്ഞ ശർക്കരയെ വാങ്ങാൻ കിട്ടുന്നുള്ളെങ്കിൽ അത് മതി. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് പാനി കാച്ചിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ശർക്കരപ്പാനി കാച്ചി എടുത്തതിന് ശേഷം പായസത്തിന് ആവശ്യമുള്ള 1-ാം പാലും 2-ാം പാലും ഒക്കെ ഉണ്ടാക്കി എടുത്തിരുന്നു. അപ്പം നിങ്ങളും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും 30 മിനിറ്റ് കഴിയും. 1-ാം പാലിൻ്റെ 2-ാം പാലിൻ്റെ ഒക്കെ അളവ് ഞാൻ പായസത്തിലോട്ട് ചേർക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇനി ഈ അട നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. ചുവട് കട്ടിയുള്ള പാൻ തന്നെ എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അട ചേർത്ത് കൊടുക്കാം. അടയിൽ വെള്ളമൊന്നുമില്ല. വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അട 1 മിനിറ്റ് നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അടയിൽ നെയ്യൊക്കെ ഒന്ന് പിടിച്ചു വരും. അട കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടും വരും. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പാനി കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്. ഇനി ഈ ശർക്കര പാനി ഒന്ന് വറ്റി വരണം. ഇതാണ് നമ്മൾ അടപ്രഥമൻ വയ്ക്കുമ്പോൾ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ്. പെട്ടെന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് തീ ഒന്നും കൂട്ടി വെക്കരുത്. മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അപ്പോഴേ ഈ ശർക്കര പാനിയിലെ മധുരവും നെയ്യൊക്കെ ഈ അടയിൽ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോഴാണ് ടേസ്റ്റും കൂടുതൽ. അട നല്ല കറുത്ത കളറായിട്ട് വരും ഇത് വറ്റി വരുമ്പോൾ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശർക്കരപ്പാനി വറ്റി വന്നിട്ടുണ്ട്. അട നല്ല കറുത്ത കളറായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമേ 2-ാം പാൽ ചേർക്കാവൂ. അല്ലാതെ ശർക്കരപ്പാനി ചേർത്ത ഉടനെ 2-ാം പാൽ ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ അടയിൽ നെയ്യും ശർക്കരയും ഒന്നും പിടിച്ചു വരില്ല. അപ്പോൾ പായസത്തിന് അത്ര ടേസ്റ്റും കാണില്ല. ഇനി നമ്മൾ ചേർത്ത 2 കപ്പ് 2-ാം പാല് 1.5 കപ്പായിട്ട് വറ്റിച്ചെടുക്കുക. 1-ാം പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പായസം വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നാൽ മാത്രം മതി. ഇതിലോട്ട് 5 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്ക ഇങ്ങനെ കിടക്കുമ്പോൾ പായസത്തിന് ഒരു ഭംഗിയല്ലേ, അതുകൊണ്ട് ഞാൻ ഏലക്ക ഇട്ടെന്നേ ഉള്ളൂ. ഏലക്ക പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ചേർത്ത് കഴിയുമ്പോൾ പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 2 നുള്ള് ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കൂടി പോകണ്ട കേട്ടോ, ഇത്ര തന്നെ ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. തീ മീഡിയത്തിലോ സിമ്മിലോ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അണ്ടിപ്പരിപ്പിന്റെ നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗൺ നിറമായി വരണം. അപ്പോൾ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതും പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. സർവിങ് ഡിഷിലോട്ട് മാറ്റാം. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല മണവുമാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും അടപ്രഥമൻ തയ്യാറാക്കി നോക്കല്ലേ. അപ്പോൾ പാടൊന്നും ഇല്ലല്ലോ, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.